പിന്നെ ഇന്ന് അത്തം 3 കേട്ടോ. അപ്പോൾ രാവിലെ പൂവിടാൻ വേണ്ടിയിട്ട് എണീറ്റ് നോക്കുമ്പോൾ ആകെ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ഫീലാണ്. മഴ പെയ്തിട്ട് ആകെ നനഞ്ഞ് പിണ്ടിയായി കിടക്കുക കേട്ടോ. തറയൊക്കെ ചാണകം വരെ ഒലിച്ച് പോയിട്ടുണ്ട്. മുറ്റത്ത് ഞങ്ങളൊരു ഡാർപ്പായ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊരു ഹോള് വന്നിട്ട് ഹോളിൽ കൂടെ വെള്ളം വീണിട്ട് നേരെ തറയുടെ മുകളിലോട്ടാണ് വീണത്. എന്നിട്ട് അവിടെ തറയുമ്പോൾ വലിയൊരു ഹോളുണ്ടായിരുന്നു. ഇനി അതൊക്കെ അടച്ചിട്ടൊക്കെ വേണം എനിക്ക് പൂവിടാൻ. അങ്ങനെ ചാണകമൊക്കെ മെഴുകിയിട്ട് ഇന്നലെ കുറേ പൂവൊക്കെ അരിഞ്ഞ് വെച്ചിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം തന്നെ പൂക്കളൊക്കെ അരിഞ്ഞ് വെച്ചതും കൊണ്ടേ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പൂവിടാൻ. പിന്നെ ചാണകം മെഴുകേണ്ട കാര്യം പിന്നെ പറയേണ്ട. തറ ആകെ നനഞ്ഞ് പിണ്ടായിരിക്കുകയാണ്. ഇനി ചാണകം കൂടെ മെഴുകി കഴിഞ്ഞാൽ തറ പൊളിഞ്ഞു പോകും, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചാണകം മെഴുകാതെയാണ് ഞാൻ പൂവിട്ടത് കേട്ടോ. രാവിലെ ഒരു 6 മണിക്ക് ഞാൻ പൂവിടാൻ തുടങ്ങിയെങ്കിലും പൂവിടൽ കഴിയുന്നത് ഒരു 8 മണി 8:30 ഉള്ളിലാണ് കേട്ടോ. ഈ സമയം ഞാൻ സ്പെൻഡ് ചെയ്തിട്ട് ഈ പൂവിട്ടിട്ട് ഒരു കാര്യമില്ല സത്യം പറഞ്ഞാൽ. പൂവിടുകയും കൊണ്ട് ഇപ്പോൾ 10:30-11 മണിക്കാണ് കോഴീനെ വിടാറ്. അത്രയും സമയമെങ്കിലും പൂവിട്ടതൊന്ന് കാണാമല്ലോ വിചാരിച്ചിട്ട്. പക്ഷെ 10:00-11 മണിയായാലും പരത്തേണ്ടത് കോഴികൾ എന്തായാലും പരത്തി തരും കേട്ടോ. അപ്പോൾ കോഴികൾ പരത്തി കഴിഞ്ഞാലേ അത് കഴിഞ്ഞാൽ എൻ്റെ സിത്തോടൻ്റെ ഒരു പരത്തലുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഫൈനൽ ലുക്ക് പൂക്കളത്തിൻ്റെ. അപ്പോൾ ഈ പൂക്കൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ അടുത്ത പൂക്കളായിട്ട് നാളെ കാണാം. എന്നാൽ ശരി, ടാറ്റാ.